വാഴ 2 കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കെൻ്റെ നാട്ടിലുള്ളൊരു കൂട്ടുകാരനായിട്ട് ഓർമ്മ വന്നത്. അവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ അവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊന്നും അവനെ പറ്റി വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. എന്നിട്ട് പറയാം, ആ പടത്തിൻ്റെ പേര് പോലെ തന്നെ സ്കൂൾ കാലഘട്ടങ്ങളാണെങ്കിൽ ഒന്നും പഠിക്കില്ല, എക്സാമിൽ ജയിക്കില്ല, ക്ലാസ്സിൽ കയറില്ല. അങ്ങനെ കോളേജിലും സെയിം അവസ്ഥ, റെക്കോർഡ് എഴുതില്ല, ക്ലാസ്സിൽ കയറില്ല, എക്സാമിലൊന്നും വരില്ല. അങ്ങനെയൊക്കെ എല്ലാ ലമ്പിലും ഉണ്ടാവും, എല്ലാ പ്രശ്നത്തിലും ഉണ്ടാവും. എന്നും സാർമാരെ അടി വാങ്ങും. വലുതായതിനു ശേഷം നാട്ടുകാർ വീട്ടുകാർ അഭിപ്രായങ്ങളൊന്നും മാറിയില്ല. അവൻ്റെ സ്വഭാവം മാറിയില്ല കേട്ടാ, പണ്ടത്തെ പോലെ തന്നെ. നാട്ടുകാർ വിട്, അവൻ്റെ ബന്ധുക്കാരൻ അപ്പുറത്ത് തിരിഞ്ഞ് അവനെ കുറ്റം പറയും. എന്നാൽ അവർക്കൊന്നും അറിയാത്ത ഒരു ടോജോനുണ്ട്, അതിൻ്റെ പേര് ടോജോ എന്നാ. ഞങ്ങൾക്ക് മാത്രം അറിയണം ഞങ്ങളുടെ ടോജോ. നമ്മൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ചെറിയ വെള്ളടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യണത് അവനായിരിക്കും. എല്ലാതും എല്ലാം കോർഡിനേറ്റഡ് അവനായിരിക്കും, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണത് അവനായിരിക്കും. ചിലപ്പോൾ ബീവറേജിൽ പോകണത് വരെ അവനായിരിക്കും. അവനിക്ക് നേഴ്സറി തൊട്ട് അറിയാട്ടാ. ഇന്ന വരെ ലൈഫിൽ അവനൊരു ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. ഞങ്ങളൊരു ബീർ കുടിക്കുമ്പോൾ പോലും അവനൊരു തുള്ളി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം മൊത്തം അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവൻ മാറ്റി വെച്ചതാണ്. പിന്നെ അവൻ പെട്ടിട്ടുള്ള എല്ലാ കേസുകളും അവന് വേണ്ടിയിട്ടല്ല, അവനവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കേസുകളാണ്. അവൻ്റെ ലോകം തന്നെ കൂട്ടുകാരാണ്. കൂട്ടുകാർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. എന്നിട്ട് പറയാ, ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ ഞാൻ എന്നെ വിശ്വസിക്കാണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ടോജോനെ വിശ്വസിക്കാണ്ടിരിക്കില്ല. അതങ്ങനെയാണ്. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഏകദേശം ടോജോൻ്റെ ക്യാരക്ടർ തന്നെയായിരുന്നു. പുറത്തുള്ള കൂട്ടുകാർക്ക് വേണ്ടി എല്ലാം ചെയ്യണോ, അവർ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണോ, എല്ലാ കാര്യങ്ങൾക്കും നമ്മളതിന് ഓടാറ്. ഇപ്പം ഞാൻ പുറത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അവനാണുള്ളത്. ഞങ്ങളുടെ ഗ്യാങ്ങിലുണ്ടായ ആകെ 2-3 പേരുള്ളൂ ഇപ്പം നാട്ടിൽ. ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. ആ പുറത്തുള്ള എല്ലാവരും വീടുകളിലത്തെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ ടോജോനായിരിക്കും. പിന്നെ അവനെ കുറ്റം പറയണ നാട്ടുകാരോടും വീട്ടുകാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവൻ്റെ പോലെ ആവാൻ 100 ജന്മം എടുത്താൽ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. അതാണ് ടോജോ. അവൻ്റെ കൂട്ടുകാരാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അവർ വിചാരിച്ച അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാവുന്നുള്ളൂ, പക്ഷേ ഇതുവരെ അവനൊരു കാര്യത്തിന് കൂട്ടുകാർ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അവൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, എത്ര വലിയ കാര്യമാണെങ്കിലും. ഒരുപാട് സ്നേഹത്തോടെ ടോജോനെ മിസ് ചെയ്യും.